പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂർ പട്ടണത്തിലെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ബിൽഡിംഗായ സിവിൽ സ്റ്റേഷനിലാണ്. ഇവിടെ നിരവധി ആയ ആളുകൾ, അതായത് നൂറുകണക്കിന് ആളുകൾ ഡെയിലി നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ഒരു ഓഫീസാണ്. ഇതിന് തൊട്ടു പിറകിലായി ഈ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോക്സൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, മാലിന്യങ്ങൾ കൃത്യമായി ഇവിടെ ഇടണമെന്ന്. പക്ഷേ ആ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാളുകളായിരിക്കാം, നിറയെ മാലിന്യങ്ങൾ കൊണ്ട് അവിടെ എല്ലാം വലിച്ച് എറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മഴക്കാലം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളും നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് വളരെയധികം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാതൊരുവിധമായ മുൻകരുതലുമില്ലാതെ അലക്ഷ്യമായി ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് സിവിൽ സ്റ്റേഷൻ്റെ പരിസരം മാറിയിരിക്കുന്നു. ഈ സിവിൽ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെ അടൂരിൻ്റെ പോലീസ് സ്റ്റേഷനുണ്ട്, സർക്കിൾ ഓഫീസുണ്ട്, DYSP ഓഫീസുണ്ട്. അങ്ങനെ നിരവധിയായ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. നിരന്തരമായി ദിവസേന നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾ കടന്നു വരികയാണ്. അവർക്ക് ഇത്തരത്തിൽ വളരെയധികം രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ പ്രകോശം മാറിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് പണം ഈടാക്കുന്നു എന്നാണ് നമുക്ക് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ, ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞങ്ങൾ ആ പരിസരത്തിൻ്റെ ഒക്കെ നോക്കി വീക്ഷിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ ബാത്റൂമിലേക്ക് കടന്നു വരുമ്പോൾ അതിനേക്കാട്ടി വൃത്തിഹീനമായൊരവസ്ഥ. അവിടെ ജെൻസിൻ്റെ ടോയ്ലറ്റിൽ പോയപ്പോൾ അതിൻ്റെ 4-5 ടോയ്ലറ്റുകളിൽ 2 എണ്ണം പൊളിഞ്ഞു പോകുന്നൊരവസ്ഥ. അറിയാൻ വയ്യാത്ത ഒരാൾ ബസ്സിൽ വന്നും നമ്മൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്തേക്ക് തന്നെ തിരിച്ചു വീഴുന്ന ഒരു സാഹചര്യം വരെ ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നമുക്ക് സാധിക്കും. പക്ഷേ കൃത്യമായ രീതിയിൽ വാടകയും അഡീഷണലായ എക്സ്പെൻസും എല്ലാം, മെയിൻ്റനൻസ് ചാർജും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ മെയിൻ്റനൻസ് ചാർജ് എല്ലാം ഈ ഹൗസിംഗ് ബോർഡ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് വാങ്ങുന്നു എന്ന് നമുക്കറിയാൻ സാധിച്ചു. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഹൗസിംഗ് ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് വാർത്ത 24 പറയാതുള്ളത്. അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ ജില്ലാ ഓഫീസ് അടക്കം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് എന്തിനാണെന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. കാരണം ഈ മഴക്കാലത്ത് ജനങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി വളരെയധികം ബോധവാന്മാരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുപോലെ ജില്ലാ ഹെൽത്ത് ഓഫീസറും അടക്കമുള്ള ആളുകൾ ഉള്ള ഒരു സിവിൽ സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ കാണുന്നില്ല എന്നാണ് വാർത്ത 24 ചോദിക്കാനുള്ളത്. ഈ മഴക്കാലത്ത് രോഗങ്ങൾ വരുത്തുന്ന തരത്തിലേക്ക് മാലിന്യങ്ങളെ വലിച്ചെറിയുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ആരോഗ്യവകുപ്പിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണമെന്നാണ് വാർത്ത 24 പറയാനുള്ളത്. അടൂർ സിവിൽ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.